നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ കഴിഞ്ഞ ഒരു വർഷത്തോളമായി കളിക്കളത്തിന് പുറത്താണ്. കഴിഞ്ഞ വർഷം ഉറുഗ്വേക്കെതിരെ നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിനിടയിലാണ് നെയ്മർ ജൂനിയർക്ക് അതിഗുരുതരമായി പരിക്കേറ്റത്. ആ പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ ഇതുവരെ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ ഒരുപക്ഷെ അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ നെയ്മർക്ക് ഒരുപാട് സമയം ലഭിക്കുന്നുണ്ട്. നെയ്മറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ സൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെയ്മർ ജൂനിയർ സ്വന്തമായി ഒരു ദ്വീപ് അഥവാ ഐലാൻഡ് വാങ്ങുകയാണ്. ബ്രസീലിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാവോ പ്രൈവറ്റ് ഐലാൻഡാണ് നെയ്മർ ജൂനിയർ സ്വന്തമാക്കുന്നത്. 7 മില്യൺ പൗണ്ട് നൽകിക്കൊണ്ടാണ് ഈ ദ്വീപ് നെയ്മർ ജൂനിയർ ഇപ്പോൾ തൻ്റെ സ്വന്തം പേരിലേക്ക് മാറ്റുന്നത്. ബ്രസീലിലെ മുനിസിപ്പാലിറ്റിയായ ആംഗ്ര ഡോസ് റേസിലാണ് ഈ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 4 ആഡംബര വില്ലുകൾ അടങ്ങുന്ന ഒരു ദ്വീപാണ് ഇത്. നേരത്തെ തന്നെ നെയ്മർ ജൂനിയർ ഈ ഒരു ദ്വീപിൽ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും കുറച്ച് ദിവസം അവിടെ ചിലവഴിച്ചിരുന്നു. അതിനു വേണ്ടി മാത്രം 40,000 പൗണ്ട് നെയ്മർ നേരത്തെ ചിലവഴിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ ദ്വീപ് സ്വന്തമായി വാങ്ങാൻ നെയ്മർ ജൂനിയർ തീരുമാനിച്ചിട്ടുള്ളത്. നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം വാർത്തകൾ സർവ്വസാധാരണമാണ്. നേരത്തെ നെയ്മർ ബ്രസീലിൽ നിർമ്മിച്ച ആ ഒരു തൻ്റെ ആഡംബര വീട് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു. നെയ്മറുടെ കൃത്രിമ തടാകമായിരുന്നു വലിയ വിവാദമായിരുന്നത്. പക്ഷേ പിന്നീട് ആ ഒരു കേസിലെ വിധി നെയ്മർ ജൂനിയർക്ക് അനുകൂലമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും നെയ്മർ ജൂനിയർ നടത്തുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.